ഈ കാല് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, ഈ കാലെടുത്തുകൊണ്ട് ബ്രേക്ക് ചവിട്ടാൻ പാടില്ല. ഒന്നിൽ നമുക്ക് ബ്രേക്ക് അല്ലെങ്കിൽ ആക്സിലറേറ്റർ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വാഹനത്തിൻ്റെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അതിൽ കാല് വെക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണുക. നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും സംശയമാണ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ കാല് വെക്കേണ്ടത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. കാരണം പലരും എടുക്കുന്ന സമയത്ത് ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നു. അതെന്തുകൊണ്ടാണ് ഈ ഓഫായി പോകുന്നത്, എങ്ങനെയാണ് ശരിയായ രീതിയിൽ കാല് വെക്കേണ്ടത്, കാല് വെക്കുന്നത് ശരിയായിട്ടല്ലാത്തത് കൊണ്ടാണോ വണ്ടി ഓഫായി പോകുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്കും അത് പ്രയാസമാണ്, കറക്റ്റായിട്ട് നിങ്ങൾക്കും ഒരു ക്ലച്ചിനും ബ്രേക്കിലും ആക്സിലറേറ്ററും നിങ്ങൾക്കും ഉപയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായി കാണുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് വാഹനത്തിൻ്റെ ക്ലച്ച്, അതുപോലെ തന്നെ ഇത് ബ്രേക്ക്, ഇത് ആക്സിലറേറ്റർ, ABC. എല്ലാം ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഈ ഒരു സംഭവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതായത് ബ്രേക്കും ആക്സിലറേറ്ററും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ ബ്രേക്കിൽ തന്നെയാണ് ക്ലച്ച്. മാനുവൽ വാഹനത്തിലാണ് ഈ ക്ലച്ചൂടെ വരുന്നത്. അപ്പോൾ ഈ ക്ലച്ചിനെ പറ്റി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്ലച്ചിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ കാല് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാലിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട്, ഞാൻ അതിനുവേണ്ടി ചെരുപ്പൂരി കാണിച്ചു തരാം. അതായത് നമ്മുടെ കാലിൻ്റെ എന്ത് ചെയ്യണം, വിരളം കൊണ്ടല്ല, ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ക്ലച്ചിൽ നമ്മൾ പ്രസ് ചെയ്യാൻ, ക്ലച്ച് നമ്മൾ ഉപയോഗിക്കാനും. അപ്പോൾ നിങ്ങൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ വിരലും കൊണ്ട് കൊടുക്കരുത്. കാരണം എന്ത് ചെയ്യും, വിരലും കൊണ്ട് കൊടുക്കുന്ന സമയത്ത് കട്ടി കൂടിയ ക്ലച്ച് കാണും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളിങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, തെറിച്ച് പോയി എന്ത് ചെയ്യും, വണ്ടി ഓഫ് ആകാനുള്ള ചാൻസ്, കറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് സ്മൂത്ത് കിട്ടത്തില്ല, കറക്റ്റായിട്ട് എടുക്കാനുള്ള ഇത് കിട്ടത്തില്ല. എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ക്ലച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ. അപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ നിങ്ങളുടെ ഉപ്പൂറ്റി കാലെന്ത് ചെയ്യരുത്, നിങ്ങളിങ്ങനെ പൊക്കി തന്നെ പിടിക്കുക. ഇത് വേണ്ട, ഇങ്ങനെ പൊക്കി തന്നെ ആയിരിക്കണം. അല്ല നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ നിലത്ത് കുത്തിക്കൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ എടുക്കരുത്. എന്ത് ചെയ്യും, എടുക്കുന്ന സമയത്ത് തെറിച്ച് പോകും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ക്ലച്ചിൻ്റെ കാല് എന്ത് ചെയ്യരുത്, ഉപ്പൂറ്റി ഉറപ്പിച്ച് താഴെ വെച്ചുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗിയറിട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത്. നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ക്ലച്ചിൽ നിന്ന് നമ്മൾ ക്ലച്ച് ചവിട്ടി നമ്മൾ ഗിയറിട്ടതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ പൊക്കിക്കൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ഈ ഒരു രീതിയിൽ ചവിട്ടുന്നതിന് ശേഷം എന്ത് ചെയ്യണം, ക്ലച്ച് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഗിയറിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യരുത്, ഇങ്ങനെ ക്ലച്ച് കാല് വെച്ചുകൊണ്ട് തന്നെ വാഹനം ഓടിക്കരുത്. നമ്മൾ ക്ലച്ച് നമുക്ക് ഗിയറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ക്ലച്ചിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഇതുപോലെ ക്ലച്ചിൽ നിന്ന് കാല് കാത്തു വെക്കുക. ഒരു കാരണവശാലും ക്ലച്ചിൽ കാല് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, വാഹനം ഓടിക്കരുത്. നമുക്ക് ഈ ഒരു കാല് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, താത്ത് വയ്ക്കാതെ ഓടിക്കേണ്ടത്. കാരണം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, കാരണം ഏതെങ്കിലും ഒന്നും നമുക്ക് ആവശ്യമുള്ളതാണ്. ബ്രേക്കോ ആക്സിലറേറ്ററോ ഏതെങ്കിലും സമയത്ത് നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമ്മുടെ കാല് എപ്പോഴും എന്ത് ചെയ്യണം, ഞാൻ ഈ ഒരു രീതിയിൽ ബ്രേക്കിലും ആക്സിലറേറ്ററും ഈ ഒരു രീതിയിൽ ഇരിക്കണം. ഒരു കാരണവശാലും ഈ റൈറ്റിലെ കാലം എന്ത് ചെയ്യരുത്, അതായത് നമ്മൾ ബ്രേക്കിലും ആക്സിലറേറ്ററിനും കൊടുക്കുന്ന കാലം എന്ത് ചെയ്യരുത്, ഈ ഒരു രീതി ക്ലച്ച് വെച്ചേക്കുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്, വെക്കരുത്. അപ്പോൾ ഈ ഒരു കാല് വെക്കേണ്ടത് ഈ ഒരു രീതിയിലും ഏത് സമയത്ത് നമുക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ കാലിരിക്കേണ്ടത്. ഇത് നിങ്ങൾ ഒരു കാരണവശാലും താത്ത് വയ്ക്കരുത്. ക്ലച്ചിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയറിൻ്റെ ആവശ്യം കഴിഞ്ഞു. അതായത് അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്കിൽ ചവിട്ടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതേ രീതിയിൽ തന്നെയാണ്. നമുക്ക് ഈ ഒരു പൊസിഷൻ തന്നെ ആയിരിക്കണം അതെ നമുക്ക് ബ്രേക്ക് ചവിട്ടുന്നത്. ബ്രേക്ക് ചവിട്ടേണ്ടത് ഇടത്തുകാലല്ല, വലത്തുകാലാണ്. നമുക്ക് ബ്രേക്കും ആക്സിലറേറ്ററും ഉപയോഗിക്കേണ്ടത് വലത്തെ കാലം കൊണ്ടാണ്. ക്ലച്ച് മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് കാല്. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് കാല് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യരുത്, ഈ ബ്രേക്ക് ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ കാല് ആക്സിലറേറ്ററിൽ ഇരുന്നുകൊണ്ട് ഒരു വണ്ടി പെട്ടെന്ന് വന്നാലോ നിങ്ങൾക്ക് ചവിട്ടണമെങ്കിൽ എന്ത് ചെയ്യരുത്, ഈ കാല് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, ഈ കാലെടുത്തുകൊണ്ട് ഈ ബ്രേക്ക് ചവിട്ടാൻ പാടില്ല. അപ്പോൾ നമുക്ക് റൈറ്റ് കാല് ഉപയോഗിക്കാനാണ് ബ്രേക്കും അതുപോലെ തന്നെ ആക്സിലറേറ്ററും. അപ്പോൾ നമുക്ക് രണ്ടും ഒരുപോലെ ഉപയോഗിക്കേണ്ട ഒരു സമയം വരുന്നില്ല. ഒന്നിൽ നമുക്ക് ബ്രേക്ക് അല്ലെങ്കിൽ ആക്സിലറേറ്റർ. അപ്പോൾ നമ്മുടെ കാല് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി നിങ്ങൾ നോക്കണം. അതായത് നമുക്ക് ബ്രേക്കിനും ആക്സിലറേറ്ററിനും ഇടയ്ക്ക് നമ്മുടെ കാല് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ബ്രേക്കും അതുപോലെ തന്നെ ആക്സിലറേറ്ററും രണ്ടും ഒരുപോലെ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഏതായാലും ഒന്നേ ഒരു സമയത്ത് ഉപയോഗിക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ ബ്രേക്ക് വേണ്ട, എന്ത് ചെയ്യണം, നമ്മുടെ കാല് എന്ത് ചെയ്യണം, ഈ ആക്സിലറേറ്ററിൻ്റെ മേളിൽ തന്നെ ഇരിക്കും. നമുക്ക് ആക്സിലറേറ്ററിൻ്റെ ആവശ്യം ഇല്ലെങ്കിലും ആക്സിലറേറ്ററിൻ്റെ മേളിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ കാല് വയ്ക്കാൻ. ഒരു കാരണവശാലും നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെ താത്ത് വയ്ക്കാനും പാടില്ല. അതുപോലെ തന്നെ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്ന പറഞ്ഞാൽ ഇങ്ങനെ ബ്രേക്കിൻ്റെ മേളിലോട്ട് നല്ല കാല് വയ്ക്കേണ്ടത്. നമുക്ക് ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഈ കാല് പൊക്കി എന്ത് ചെയ്യണം,
ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ലെങ്കിലും ആക്സിലേറ്ററിൻ്റെ മേളിലായിരിക്കണം കാല് വെക്കേണ്ടത്. അതുപോലെ നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം കൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ചവിട്ടാൻ. വലത്തെ കാലിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട്, വിരലും കൊണ്ടല്ല, ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ബ്രേക്കും ഉപയോഗിക്കാൻ. അപ്പോൾ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ കാല് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉപ്പൂറ്റി താഴെ ഉറപ്പിക്കുക. അതായത് ഈ ഒരു രീതിയിൽ താഴെ ഉറപ്പിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങളുടെ ആ ബ്രേക്കിൽ നിങ്ങൾ പ്രസ് ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്സിലേറ്റർ കാല് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊക്കി ഇങ്ങനെ മാറ്റി വെച്ചിട്ടല്ല ആക്സിലേറ്റർ കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഈ ഒരു കാല് ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം, മേളത്തെ ഭാഗം മാത്രം പൊക്കിക്കൊണ്ട് ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ ആക്സിലേറ്റർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആക്സിലേറ്റർ ഉപയോഗിക്കുന്നതും ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യരുത്, വിരളം കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ആക്സിലേറ്ററിലും അതുപോലെ തന്നെ ബ്രേക്കിലും കൊടുക്കരുത്. കാരണം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അത്രയും നമുക്ക് ബ്രേക്ക് കൊടുക്കാനോ അതുപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കാനോ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ബ്രേക്കിലും അതുപോലെ ആ കാലം ഒരു കാരണവശാലും പൊക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ചവിട്ടുകയും ചെയ്യരുത്. ഇങ്ങനെ പൊക്കി മാറ്റി മാറ്റിയല്ല ചവിട്ടേണ്ടത്. ഈ ഉപ്പൂറ്റി ഉറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എടുത്ത് നിങ്ങളിങ്ങനെ ബ്രേക്കിലോട്ട് എടുത്ത് കാലി വെച്ച് ഇങ്ങനെ എറിയരുത്. നമുക്ക് ഇങ്ങനെ പതിയെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പതിയെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് ബ്രേക്ക് നിർത്തുക. നമുക്ക് ആ പ്ലേ ഉണ്ട്, ആ പ്ലേ മാത്രം ചവിട്ടി നിർത്തിയാൽ നമുക്ക് ബ്രേക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ആക്സിലേറ്റർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളിങ്ങനെ കാല് വെച്ച് നിരക്കിക്കൊണ്ട് വരരുത്. ആ ബ്രേക്കിൽ നിന്ന് മേളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യുക, ആക്സിലേറ്റർ എടുക്കുക. ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ എന്തെങ്ങനെ ചെയ്യണം, ആക്സിലേറ്റർ നമുക്ക് ആവശ്യമുള്ള മാത്രം എന്ത് ചെയ്യാവും നിങ്ങൾ താക്കാവും. അല്ലാതെ നമുക്ക് ഇത്രയും ആക്സിലേറ്റർ ഒന്നും വന്നുകൊണ്ട് ചെയ്യരുത്, പെട്ടെന്ന് കാല് വെച്ച് ഇങ്ങനെ താക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് കാല് വെക്കേണ്ടതെന്നും എങ്ങനെയാണ് ചവിട്ടേണ്ടത് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. നല്ല ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.